ഒരു കാപ്പി ഷോപ്പിൽ വെച്ചാണ് അന്ന ആദമിനെ ആദ്യമായി കാണുന്നത്. ഒറ്റയ്ക്ക് ഒതുങ്ങി ഒരു പുസ്തകത്തിൽ മുഴുകി ഇരിക്കുകയായിരുന്ന ആദമിന്റെ നിസ്സംഗമായ ഭാവം അന്നയിൽ ആകർഷണം ഉണ്ടാക്കി. അന്ന വളരെ വേഗം ആദമുമായി സൗഹൃദത്തിലായി. അവരുടെ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി. അന്നയ്ക്ക് ആദം മാത്രമായിരുന്നു ലോകം. അവൾക്ക് അവനോടുള്ള ഇഷ്ടം അതിരുകൾ ഇല്ലാത്തതായിരുന്നു. എന്നാൽ ആദമിന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അന്നയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അവരുടെ ബന്ധം മുന്നോട്ടു പോകുമ്പോൾ അന്നയുടെ സംശയങ്ങൾ ഉടലെടുത്തു തുടങ്ങി. ആദം ഒരു സ്ത്രീ സുഹൃത്തിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അന്നയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ വീണു. ആരായിരുന്നു അത് എന്നുള്ള അന്നയുടെ ചോദ്യം ആദമിന് അലോസരമുണ്ടാക്കി. അന്നയുടെ സംശയങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. ആദമിന്റെ ഫോൺ കോളുകളും മെസ്സേജുകളും അവൾ ശ്രദ്ധിച്ചു. ഓരോ സംശയത്തിനും ആദം മറുപടി നൽകി. എന്നാൽ അന്ന അത് വിശ്വസിച്ചില്ല. ഇത് ഇരുവരുടെയും ഇടയിൽ വലിയ അകൽച്ച ഉണ്ടാക്കി. അന്നയുടെ സംശയങ്ങൾ കാരണം ആദം സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി. താൻ ആരെങ്കിലും ആയി സംസാരിക്കുന്നത് അന്നയ്ക്ക് ഇഷ്ടമല്ലെന്ന് ആദം മനസ്സിലാക്കി. ആദമിന്റെ ലോകം അന്നയിൽ മാത്രം ഒതുങ്ങി. അന്നയുടെ സംശയങ്ങൾ കാരണം ആദമിന് തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. അന്നയുടെ നിരന്തരമായ ചോദ്യങ്ങളും വഴക്കുകളും കാരണം ആദമിന് പലപ്പോഴും ഓഫീസ് മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ആദത്തിന് തന്റെ ജോലി നഷ്ടമായി. ജോലി നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ അന്ന ആദമിനെ കുറ്റപ്പെടുത്തി. എല്ലാം എന്റെ തെറ്റാണോ എന്ന് അന്ന ചോദിച്ചു. നിശബ്ദനായിരുന്ന ആദം ആദ്യമായി അന്നയോട് തന്റെ ഉള്ളിലുള്ള ദുഃഖം പറഞ്ഞു. നീ എന്നെ വിശ്വസിച്ചിട്ടില്ല. നിന്റെ സംശയങ്ങളാണ് എന്നെ ഇല്ലാതാക്കുന്നത് എന്ന് ആദം പറഞ്ഞു. ആദം വീട്ടിലെത്തി ഒരു കുറിപ്പെഴുതി വെച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എനിക്ക് എന്റെ ലോകം തിരിച്ചുവേണം. എനിക്ക് എന്റെ സ്വാതന്ത്ര്യം തിരിച്ചുവേണം. കുറിപ്പെഴുതിയ ശേഷം ആദം ഒരു രാത്രിയിൽ നടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഒരു ഫോൺ കോൾ ആദമിന്റെ മരണവിവരം അറിയിച്ചു. ആദം റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഈ വാർത്ത അന്നയെ തളർത്തി. വർഷങ്ങൾക്ക് ശേഷം അന്ന അതേ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോർഡ് സ്ഥാപിച്ചു. അതിൽ ഇങ്ങനെ എഴുതി: വിശ്വസിക്കുക, സ്നേഹിക്കുക,